guys, welcome back to Malba Chef. ഇന്നത്തെ റെസിപ്പി ഡൽഗണനെ കൊണ്ട് നല്ല സൂപ്പർ യമ്മി പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് ഒരു ബൗളിൽ ഞാൻ ഒരു നേരിയ ചൂടുള്ള 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്ത്. 1 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കയ്യിലില്ലെങ്കിൽ നോർമൽ കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല തിളച്ച പാലിലേക്ക് തന്നെ 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏത് ട്രേയിലാണോ പുഡിങ് സെർവ് ചെയ്യുന്നത് ആ ട്രേ എടുക്കുക. അതിൽ നമ്മൾ തിരാമിസുവിൽ ഉണ്ടാക്കുന്ന ഫിംഗർ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഒരു ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ സാധാ ടീ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക. ഞാനിവിടെ ടീ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരുടെ കയ്യിലും ഫിംഗർ ബിസ്ക്കറ്റ് ഉണ്ടാവുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി തന്നെയാണ്. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് നോർമൽ ബിസ്ക്കറ്റ് അത് യൂസ് ചെയ്താൽ മതി. ഫ്ലേവറൊന്നും ഇല്ലാത്ത ബിസ്ക്കറ്റ് കേട്ടോ, അതെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയറായിട്ട് അത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോഫി മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. നമുക്ക് സെക്കൻഡ് ലെയറിനുള്ള സാധനങ്ങൾ റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ഏത് ബ്രാൻഡാച്ച് നിങ്ങളുടെ അടുത്തുള്ള അത് യൂസ് ചെയ്യുക. ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യം തിക്ക് ക്രീമും ഐസിങ് ഷുഗറുമാണ്. ഐസിങ് ഷുഗർ നിർബന്ധമില്ല. നിങ്ങൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീം നല്ല മധുരം ഉണ്ടെങ്കിൽ ഐസിങ് ഷുഗർ ആവശ്യമില്ല. നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിച്ച ബൗളിൻ്റെ താഴായിട്ട് വേറൊരു പാത്രത്തിൽ ഐസ് ക്യൂബ്സും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പാത്രം നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. നമ്മൾ ഈ ബ്ലേഡും തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നല്ല സ്റ്റിഫായി കിട്ടുള്ളൂ. കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ അത്ര സ്റ്റിഫ് ആവണ്ട, എന്നാലും കുറച്ച് സ്റ്റിഫ് ആവണം. ഇനി ഇതിലേക്ക് തിക്ക് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും സെയിം ബ്രാൻഡ്, പക്ക് ബ്രാൻഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. 250 ml ഒരു പാക്കറ്റാണ് എടുത്തത്. അതിൻ്റെ 3/4 ഭാഗം യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം. ഇനി കോഫിയിലേക്ക് ബാക്കി യൂസ് ചെയ്യും. ഇപ്പോൾ ഇതാ നല്ല സ്റ്റിഫ് പീക്കായി വന്നിട്ടുണ്ട്. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇനി ഇത് നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് ബിസ്ക്കറ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ലെയറും കൂടെ വിപ്പിംഗ് ക്രീം ബിസ്ക്കറ്റിൻ്റെ ലെയർ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഒരു ലെയർ ഇങ്ങനെ വിപ്പിംഗ് ക്രീം തേച്ചു. ഇനി 1 more ലെയർ ബിസ്ക്കറ്റ് നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടത് അത്രയും ലെയർ ബിസ്ക്കറ്റ്, അതിൻ്റെ മുകളിൽ കോഫി മിൽക്ക് മിക്സ്, ദെൻ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ്, അങ്ങനെ ഓരോ ലെയറാക്കിയിട്ട് ചെയ്യാം. നമ്മൾ എടുത്ത പുഡിംഗ് ട്രേ എത്ര ഹൈറ്റ് ഉള്ളതാണോ അതിനനുസരിച്ച് ഇത് ചെയ്തു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 2 ലെയറാണ് ചെയ്തത്. നിങ്ങൾ എടുക്കുന്ന പുഡിംഗ് ട്രേക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഡൽഗണ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോഫി, ഇൻസ്റ്റൻറ്റ് കോഫി നേരത്തെ കാണിച്ചില്ലേ അതേ കോഫി തന്നെ എടുത്തത്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ പൊടിച്ചെടുക്കുന്നത് പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും ഇതെല്ലാം ഫുള്ളായിട്ട് ഞാൻ പുഡിങ്ങിലേക്ക് എടുക്കുന്നില്ല. ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു നല്ല ടൈറ്റായിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കോഫി ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അടിക്കുമ്പോൾ കുറച്ചധികം അടിച്ച സുഖമില്ലെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ എല്ലാം ഒരേ അളവാണ് കേട്ടോ. വെള്ളവും കോഫി പൗഡറും പഞ്ചസാരയും ഒരേ അളവിൽ തന്നെയാണ് എടുത്തത്. നോർമൽ വാട്ടറാണ് ഞാൻ എടുത്തത്. ഇതെങ്ങനെ നല്ല പെയിൽ കളറാവുന്നത് വരെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹാഫ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. ആ ഹാഫിലേക്ക് ബാക്കി നേരത്തെ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയുള്ള തിക്ക് ക്രീമും പിന്നെ നൂട്ടല്ല ഏത് ബ്രാൻഡാണോ ചോക്ലേറ്റ് സ്പ്രെഡ് യൂസ് ചെയ്യുന്നത് അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. കോഫി ഈ ഡൽഗണ മാത്രമായി കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് സ്പ്രെഡും തിക്ക് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തർ എത്രമാത്രം വേണം കോഫീൻ്റെ ആ ഒരു ഫ്ലേവർ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് തിക്ക് ക്രീമും ചോക്ലേറ്റ് സ്പ്രെഡും ചേർത്ത് കൊടുക്കുക. അതിനനുസരിച്ച് ഞാൻ എടുത്തതിനേക്കാളും അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അത് മാത്രമായി കഴിഞ്ഞാൽ കയ്പ്പായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു നേരിയ ലെയർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഡൽഗണ ചോക്ലേറ്റ് സ്പ്രെഡും തിക്ക് ക്രീമും കൂടെ ഉള്ള ഒരു ലെയർ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരിയതായിട്ടാട്ടോ ഞാൻ ഒഴിക്കുന്നത്. എന്നിട്ട് അത് ഈ നമ്മളെടുത്ത പുഡിംഗ് ട്രേൻ്റെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിക്കുക. അതിൻ്റെ മുകളിലേക്ക് ഞാനിത് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്.
നിങ്ങളുടെ കയ്യിൽ ഏതാണോ ചോക്ലേറ്റ് സിറപ്പ് ഉള്ളത് വെച്ചാൽ അത് ഒഴിക്കുക. ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്, നിർബന്ധമില്ല. അല്ലെങ്കിൽ കുക്കിംഗ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്താലും മതി. നിങ്ങൾ ഇഷ്ടമുള്ള നല്ല അടിപൊളി ഡെക്കറേഷൻസ് ചെയ്യുക നിങ്ങൾ. ഞാൻ എൻ്റേതായിരിക്കുന്ന ഒരു ഡെക്കറേഷൻ ചെയ്യുകയാണ്. എന്നിട്ട് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂവറോ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കാഷ്യൂസ് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്താണ് അതും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഭംഗിക്ക് വേണ്ടി പിന്നെ ജസ്റ്റ് ആയിട്ടൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ഒരു ഓവർനൈറ്റ് എന്തായാലും വെക്കുക. ഫ്രീസറിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെക്കുക. Thank you for watching. Don't forget to share, like and subscribe. Bye. See you in the next video.